ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളും ചുറ്റുപാടും ഒക്കെയാണ് കേട്ടോ. അവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, അതിമനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കതെല്ലാം കാണാം. അങ്ങനെ എൻ്റെ വീട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണാം അതിമനോഹരമായിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട് കേട്ടോ. ചർച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോകാനൊക്കെ ഉണ്ട്. അമ്പലവും ചർച്ചും തമ്മിൽ വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അന്നേരം നമ്മളിപ്പം കാണുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള വഞ്ചിയാണ് കേട്ടോ. വഞ്ചിയോട് അടുത്ത് തന്നെ അപ്പുമ്മത്തറ അല്ലെങ്കിൽ അപ്പുപ്പങ്കൽ എന്നൊക്കെ ഞങ്ങൾ പറയും. അതുപോലെ തന്നെ അവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ വന്നിട്ട് നമ്മളിവിടെ ആൽത്തറയിലേക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ശുദ്ധവായു, അതുപോലെ തന്നെ നല്ല ഓക്സിജൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധമായി കിട്ടുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് പറക്കുളത്ത് എന്ന സ്ഥലത്താണ് പള്ളി ആണെങ്കിലും അമ്പലം ആണെങ്കിലും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കൊച്ചുനാൾ തൊട്ടേ കാണുന്നതാണ് പള്ളി ആണെങ്കിലും അമ്പലം ആണെങ്കിലും എല്ലാം. ഞങ്ങളൊക്കെ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളൊക്കെ ലോകത്തിൻ്റെ ഏത് കോണിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ ജനിച്ച് വളർന്ന സ്ഥലവും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ചെറുപ്പകാലം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനും അങ്ങനെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചെറുപ്പകാലം കാര്യങ്ങളൊക്കെ ആയവർക്ക് അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ കയറ്റം കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ അമ്പലം കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പം കണ്ടത് ചുറ്റമ്പലം കാര്യങ്ങളൊക്കെയാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഈ മലയുടെ അടിവാരത്തിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വന്ന് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മനസ്സിന് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അമ്പലമുറ്റത്ത് ഇരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ സർപ്പഗന്ധി എന്ന് പറയുന്ന വൃക്ഷം. കാരണം ഞാൻ വേറെ അങ്ങനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇത് സർപ്പഗന്ധി എന്നതിന് പേര് വരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിൻ്റെ പൂ നിൽക്കുന്നത് സർപ്പത്തിൻ്റെ ഒരു തലയുടെ ഒരു ആകൃതിയിലാണ് പൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് വന്നത്. അതുപോലെ തന്നെ ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ളൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് എടുത്ത് പറയില്ല, എങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കുളിർമ വരുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇനിയാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ കാഴ്ചകൾ കാണാൻ പല സ്ഥലത്തും പല ഏരിയയിലൊക്കെ നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ വീടിനുള്ള ചുറ്റുപാട് നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും. ആരും നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. അതുപോലെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് പറങ്ങാവും കാര്യങ്ങളൊക്കെയാണ്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലമൊക്കെ നിൽക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ മയിലുകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ മയിലുകളും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇപ്പം തന്നെ കണ്ടില്ല, നമ്മൾ പോകുന്ന റോഡിലാണ് മയിലും കാര്യങ്ങളൊക്കെ, ഇഷ്ടംപോലെ മയിലും കാര്യങ്ങളൊക്കെയാണ്. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് ഞങ്ങളുടെ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു എന്താ പറയുക പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഗ്രാമഭംഗി എന്നൊക്കെ വേണം ഇതിന് പറയാം. അന്നേരം കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇതിപ്പോൾ 3 മിനിറ്റാണ്, നമുക്ക് ഒത്തിരി ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യില്ല. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.